എൻ്റെ വീട്ടിൽ വെച്ച് വേണം വിവാഹം എന്ന് പറഞ്ഞത് ആ പട്ടിയെ പൂട്ടാനാണ്. എൻ്റെ കോട്ടയിൽ വന്ന് അവനെന്നെ തകർക്കുന്നത് എനിക്കൊന്ന് കാണണം. അവരെങ്ങാനും വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ഒരൊറ്റൊന്ന് ജീവനോടെ പോവില്ല. എല്ലാം എൻ്റെ വരുതിയിലാവാനാ ആചാരം കോപ്പ് എന്നൊക്കെ പറഞ്ഞത്. ശിവയെ നിനക്ക് അറിയാനിട്ടാ ആ വിചാരിച്ച സിറ്റി വരെ തകർക്കും. പോടാ, ശിവയല്ല, അവൻ്റെ തന്ത വിചാരിച്ച ഈ നിധിൻ്റെ രോമത്തെ തൊടാൻ കഴിയില്ല. അവൻ്റെ മനസ്സിൽ ശിവയെ ഒതുക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ശിവയുടെ ആളുകൾ അവൻ്റെ അടുത്തിരിക്കുന്ന അവൻ അറിഞ്ഞില്ല. നിധിൻ്റെ വീട്ടിലേക്കാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതെന്നറിഞ്ഞ് അഞ്ജലിക്ക് ദേഷ്യം വന്നു. അവൾ അജയോട് രാധയോട് അത് പ്രകടമാക്കി. എങ്കിലും രമേശിനോടെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഒരാശ്വാസത്തിന് വേണ്ടി ശിവയോട് സംസാരിക്കണമെന്ന് തോന്നി അവൾ പുറത്തു വരുമ്പോൾ ശിവ അവിടെ ഉണ്ടായിരുന്നില്ല. ഗൗതമിനോട് ചോദിച്ചപ്പോൾ അവൻ അറിയില്ലെന്ന് പറഞ്ഞു. അഞ്ജലി ആകെ അസ്വസ്ഥതയിലായി. പിറ്റേന്ന് എല്ലാവരും നിധിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മനസ്സിൽ കണക്കൂട്ടിയതെല്ലാം നടക്കുന്ന സന്തോഷത്തിൽ നിധിൻ മനസ്സിൽ സന്തോഷിച്ചു. ശിവയെ കാണാത്തതുകൊണ്ടും വിളിച്ചിട്ടെടുക്കാത്തതുകൊണ്ടും അഞ്ജലി ടെൻഷനായി. എങ്കിലും ശിവയുണ്ടെന്നുള്ള വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പിന്നീടുള്ള 2 ദിവസവും ശിവയെക്കുറിച്ചൊരു വിവരം അഞ്ജലി അറിഞ്ഞില്ല. ടെൻഷനും സങ്കടവും കൊണ്ട് അവൾ ആകെ തളർന്നുപോയി. വിവാഹത്തിന് വേണ്ട ഡ്രസ്സും ഓർണമെന്റ്സ് എല്ലാം നിധിൻ്റെ വീട്ടുകാർ തന്നെയാണ് എടുത്തത്. അഞ്ജലി എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഗൗതമും കീർത്തിയും അവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുക്കുന്ന കെണി കാണാൻ രമേശ് വളരെ ആവേശത്തിലായിരുന്നു. 3-ാം നാൾ അഞ്ജലിക്ക് ക്ഷമ കിട്ടു. ശിവയെ കാണാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഉമ്മറത്ത് എത്തും മുമ്പേ നിതിൻ അവളെ കണ്ടു. അവളെ തടയണമെന്ന ലക്ഷ്യത്തോടെ നിതിൻ അവളുടെ അടുത്തേക്ക് നടന്നു. അഞ്ജു, എങ്ങോട്ടാ? നിതിൻ, എനിക്കൊന്ന് പുറത്തു പോകണം. അതിനെന്താ, ഞാനും വരാം. വേണ്ട. എന്താ, എന്നോട് ദേഷ്യം വല്ലതും? അല്ല, എനിക്കെൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് പോയി കാണാം, വാ. നിതിൻ അവളെ വിടുന്നില്ലെന്ന് കണ്ട് അഞ്ജലിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെയായി. അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അകത്ത് കയറിപ്പോയി. അവളെ നോക്കി നിഗൂഢമായി ചിരിച്ചുകൊണ്ട് നിതിൻ നിന്നു. നീ അവനെ കാണാൻ പോകുമെന്ന് എനിക്കറിയാടി. നിന്റെ കഴുത്തിൽ ഇനി എൻ്റെ താരി വീഴാതെ ഇനി അവൻ നിന്നെ കാണില്ല. അവൻ്റെ ക്രൂരം നിറഞ്ഞ മുഖത്തൊരു ചിരി വിളർന്നു. അഞ്ജലി ദേഷ്യത്തിൽ ബെഡിൽ നിന്നു. അന്ന് മുഴുവൻ അഞ്ജലി ഒന്നും കഴിച്ചില്ല. ആരോടും മിണ്ടാതെ മുറിയിൽ തന്നെ തനിച്ചിരുന്നു. ഇടയ്ക്ക് ഉറക്കത്തിൽ പെട്ടുപോയ അവൾ വാതിൽ മുട്ടുന്ന കേട്ടാണ് ഉണർന്നത്. തല ഉയർത്തി നോക്കി അവൾ വീണ്ടും കിടന്നു. ആരായാലും തുറക്കില്ലെന്ന് കരുതി. പക്ഷേ വീണ്ടും വീണ്ടും മുട്ടാൻ തുടങ്ങിയതും അഞ്ജലി സഹികെട്ട് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. റൗഡി. അവൻ അവളുടെ വാപത്തി പിടിച്ച് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. അഞ്ജലി അവൻ്റെ കൈ തട്ടി മാറ്റി അവൻ്റെ നെച്ചിൽ ആഞ്ഞു തള്ളി. പെട്ടെന്നായതുകൊണ്ട് തന്നെ ശിവ പുറകിലേക്ക് വേച്ചു പോയി. എന്തിനാ വന്നേ? ചത്തോ ജീവനുണ്ടോ നോക്കാനാണോ? എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ വന്നൂടെ? ഓ, എന്നിട്ടാണല്ലോ ഒരുത്തന് കെട്ടാനിട്ട് കൊടുത്ത് മുങ്ങിയത്. നാളെ നേരം വിളിച്ച് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയോ? അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. അവൻ ചെറിയ ചിരിയോടെ പറഞ്ഞു. അഞ്ജലി മുഖം തിരിച്ച്. കാണാത്ത സങ്കടവും ദേഷ്യവുമെല്ലാം അവളുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങി. അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശിവ അവളുടെ തോളിൽ മുഖം വെച്ച്. നാളെ നീ സുന്ദരിയായി സാരി കൊടുത്ത് മണ്ഡപത്തിലെത്തും. അവിടെ നിന്നെ കാത്ത് നിതിനുണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞ് നിന്റെ കഴുത്തിൽ താലി വീഴും. നിന്റെ വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നിന്റെ ആഗ്രഹം പോലെ നിന്റെ വിവാഹം നടക്കും. അഞ്ജലി തിരിഞ്ഞെന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച്. അവളുടെ ദേഷ്യം കണ്ട് ശിവയ്ക്ക് ചിരിയാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് എന്നെ വേണ്ടേ? വേണ്ടേന്ന് ചോദിച്ചാൽ വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വേണ്ട, പോയിക്കോ. എനിക്ക് ആരെയും വേണ്ട. എന്നെ ഒഴിവാക്കാൻ ഇങ്ങനൊരു വഴിയായിരിക്കില്ലേ കണ്ടത്? എൻ്റെ ഇഷ്ടം ഒരു തമാശയായിരുന്നല്ലോ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഭാര്യ എന്ന പേര് വെച്ച് സ്വന്താക്കാനുള്ളതെല്ലാം കിട്ടിയല്ലോ. ഇനി എൻ്റെ ആവശ്യം കാണില്ല. അവൾ പറഞ്ഞു തന്നു. ശിവ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. അവൾ വീണതും അവൻ അവളുടെ മുകളിൽ കിടന്നു അവളിലേക്ക് അമർന്നു. അഞ്ജലി അവനെ നോക്കാതെ മുഖം തിരിച്ചു. ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ മുഖമാക്കി. നീ എന്താ പറഞ്ഞ്? സ്വന്തമാക്കി നിന്നെ ഒഴിവാക്കിയതെന്നോ? അതെ. മോത്തോങ്ങി പറയടി. അഞ്ജലി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പൂഴ്ത്തി. അവൾ പിടഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റിൽ പിടിച്ചു. അവൻ്റെ ആദരങ്ങൾ അവളുടെ കഴുത്താകെ ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവ അതിനെ ഇണയെ പുഴുകി. അഞ്ജലി തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രതയിൽ അവൾ ലയിച്ചു പോയിരുന്നു. കിതച്ചുകൊണ്ട് ആദരങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് ശിവ അവളുടെ കവളിൽ അമർത്തി മുത്തി. നാളെ രാത്രി നമുക്കുള്ളതാണ്. ഈ നിമിഷം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ കാത്തിരിക്കും നിനക്ക് വേണ്ടി. അവൻ്റെ വാക്കുകളിലെ പൊരുൾ മനസ്സിലാവാതെ അഞ്ജലി അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ അവളിലേക്ക് താഴ്ന്നു വന്ന് അവളുടെ കാതിൽ ഉമ്മ വെച്ചു. നിന്നെ എനിക്ക് തിരിച്ചിട്ടണം, ഇവിടെയല്ല. എന്നിട്ട് വേണം എൻ്റെ കാട്ടങ്ങളൊക്കെ വീട്ടാൻ.
അവൻ എഴുന്നേറ്റോണ്ട് പറഞ്ഞു. ശിവയുടെ മനസ്സിലുള്ള എന്താണെന്നറിയാതെ അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. വാതിൽ തുറന്ന് അവൻ ഇറങ്ങിപ്പോകുന്ന കണ്ട് അഞ്ജലി ആലോചനയോടെ ഇരുന്നു. അപ്പൊ റൗഡി നാളെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി നീ വിഷമിക്കണ്ട അഞ്ജലി, നിന്റെ റൗഡി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിൽ മറന്നു കിടന്നു. ശിവ ചുംബിച്ച കവളിൽ തലോടിക്കൊണ്ട് പുഞ്ചിരിയോടെ. ശിവ പുറത്തു വന്ന് ഗേറ്റിലെ സെക്യൂരിറ്റി നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. രാധയും ശാലിനിയും കീർത്തിയും കൂടെ അഞ്ജലിയെ ഒരുക്കി. അഞ്ജലിയുടെ മുഖത്ത് സന്തോഷം കണ്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു. ശിവ വരുമെന്ന ഉറപ്പിൽ തന്നെയായിരുന്നു അഞ്ജലി. ഒരുക്കമെല്ലാം കഴിഞ്ഞ് അഞ്ജലി രമേശിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. നിറഞ്ഞ മനസ്സോടെ രമേശ് അവളെ അനുഗ്രഹിച്ചു. എൻ്റെ മോൾക്ക് എന്നും സന്തോഷം ഉണ്ടാവും. അഞ്ജലിയുടെ മിഴികൾ നിറഞ്ഞ് അവൾ രമേശിനെ കെട്ടിപ്പിടിച്ച്. ഞാൻ നിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പപ്പ എന്നോട് പൊറുക്കണം. ഞാൻ ഏയ്, എൻ്റെ മോളിൽ തെറ്റും ചെയ്തിട്ടില്ല. ശിവയുടെ കൂടെ പോകുമ്പോൾ രമേശ് വീണ്ടും തളർന്നു പോകുമോ എന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. രമേശിനോട് എല്ലാം തുറന്നു പറയാൻ കഴിയാത്ത അവൾക്ക് വിഷമമുണ്ടായിരുന്നു. അവൾ പറയാൻ വരുമ്പോൾ രമേശ് മനഃപൂർവ്വം അവളെ തടയുകയായിരുന്നു. കാരണം ആ വിവാഹം ഒരുങ്ങേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു. മുഹൂർത്തമായതും അഞ്ജലി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ബന്ധുക്കൾ മാത്രമായിരുന്നു വന്നിരുന്നത്. പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ മിഴികൾ ശിവയെ തേടിക്കൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ ആ മുഖം കാണാമെന്നും അവൾ നിരാശയോടെ മുഖം കുനിച്ചു. എന്നാൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഓർത്ത് നിതിൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ശിവയെ തടയാൻ ആളെ വരെ നിർത്തിയിരുന്നവൻ. നിതിന്റെ അരികിലിരിക്കുന്ന അഞ്ജലിയുടെ കണ്ണുകൾ നാലുപാട് ഓടിക്കൊണ്ടേയിരുന്നു. അത് കണ്ട് നിതിൻ പുച്ഛം നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി. അവൻ വരില്ലടി, നീ വെറുതെ നോക്കണ്ട, അവൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു കസേര മാത്രം നീങ്ങി വരുന്നത് എല്ലാവരും കണ്ടത്. അതുകണ്ട് എല്ലാവരും ചുറ്റും നോക്കി. അഞ്ജലിയുടെ കണ്ണുകൾ നേരെ പോയത് നടന്നു വരുന്ന ഡാനിയിലേക്കാണ്. മുണ്ടും ഷർട്ട് കൊടുത്ത് ഗൗരി നിറഞ്ഞ മുഖത്തോടെ അവൻ നടന്നു വന്നു. അവന്റെ കയ്യിലൊരു വെള്ളത്തുണി കസേരയിൽ വിരിച്ചു. പിന്നെ നിതിനെ രൂക്ഷമായി നോക്കി കസേരയുടെ പുറകിൽ കൈകെട്ടി നിന്നു. ഡാനിയെ കണ്ട് നിതിൻ ദേഷ്യത്തോടെ അവന്റെ ആളുകളെ നോക്കി. അതുകൊണ്ട് അവരെല്ലാം അവിടുന്ന് സ്ഥലം വിട്ടു. ഡാനി ഉണ്ടെങ്കിൽ ശിവയും ഉണ്ടാവുമെന്ന് അഞ്ജലിക്ക് അറിയാമായിരുന്നു. അവൾ പ്രതീക്ഷയോടെ ഡാനിയെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചു. നിതിൻ ശിവയെ ചുറ്റും നോക്കിയിരിക്കുകയായിരുന്നു. അതുകണ്ട് രമേശ് ചിരിച്ചു. അവന്റെ വെപ്രാളം കണ്ട് അയാൾക്ക് മനസ്സിൽ കനലെരിഞ്ഞു. ഏതാനും സമയം കഴിഞ്ഞതും പൂജാരി മുഹൂർത്തായെന്ന് പറഞ്ഞതും അഞ്ജലി ഡാനിയെ നോക്കി. നിതിൻ വിജയച്ചിരിയോടെ താലി വാങ്ങി ഡാനിയെ നോക്കി. ഡാനി അതേ നിർത്തം നിന്നല്ലാതെ അവിടുന്ന് അനങ്ങിയില്ല. നിതിന്റെ അച്ഛൻ താലി കെട്ടാൻ വേണ്ടി പറഞ്ഞതും അഞ്ജലി നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ച താലിയിൽ പിടിച്ച് കണ്ണടച്ച്. നിതിൻ അവളെയും താലിയെയും മാറി മാറി നോക്കി. അവളുടെ കഴുത്തിലേക്ക് കൈ നീങ്ങിയതും അവന്റെ മിഴികൾ ഡാനിക്ക് നേരെ നീണ്ടു. കസേലിരിക്കുന്ന ശിവയെ കണ്ടവൻ ഞെട്ടി. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ശിവ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ശിവയെ കണ്ട് രമേശ് ആശ്വസിച്ചു. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ട് അഞ്ജലി കണ്ണുകൾ പതിയെ തുറന്നു. നിതിന്റെ നോട്ടം പോയ ഭാഗത്തേക്ക് അവൾ നോക്കി. ആ സമയം ശിവയെ കണ്ട് അവളുടെ ഹൃദയം തുടിച്ചു. ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. വെള്ളമുണ്ടും വെള്ള ഷർട്ടും എടുത്ത് കാലിൽ കാൽ കയറ്റി വെച്ച് വായിൽ ചൂയിങ്ങൻ ചവച്ചുകൊണ്ട് ശിവ അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നി. എന്താടാ, കെട്ടുന്നില്ലേ? ഡാനി ചോദിച്ചപ്പോൾ നിതിന്റെ കൈവിറക്കുന്ന അഞ്ജലി കണ്ടു. കാര്യമറിയാതെ അഞ്ജലി നിതിനെ നോക്കി. അവൻ വീണ്ടും താലിയുമായി വരുന്ന കണ്ട് അഞ്ജലി ശിവയെ നോക്കി. അവൻ അനങ്ങിയില്ല. നിതിൻ ജയിച്ചേ തീരുന്ന വാശിയിൽ തന്നെ ആയിരുന്നു. എന്നാൽ ശിവയെ നേരിടുന്ന ഭയം അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. കൈകൾ വിറച്ചുകൊണ്ട് അവന് താലിയെട്ടാൻ കഴിഞ്ഞില്ല. കെട്ടടാ താലി, നായിന്റെ മോനെ! ശിവ അലറിക്കൊണ്ട് എഴുന്നേറ്റ് വന്ന് നിതിനെ ചവിട്ടി തള്ളിയിട്ടു. ഇത് കണ്ട് അഞ്ജലി അമ്പരുന്നു. ചതിക്ക് പകരം ചതി എന്ന ലക്ഷ്യം നേടിയ സന്തോഷത്തിൽ രമേശ് നമ്പ്യാർ ചിരിച്ചു. അഞ്ജലി എഴുന്നേറ്റ് ശിവയെ തന്നെ നോക്കി. അവന്റെ മുഖത്തെ ക്രോധം കണ്ട് അവൾ ഭയന്നു പോയിരുന്നു. അത്രയും ദേഷ്യത്തിൽ ശിവയെ അഞ്ജലി കണ്ടിരുന്നില്ല. വീണുപോയ നിതിൻ വേഗത്തിൽ എഴുന്നേറ്റുകൊണ്ട് ശിവയെ കലിയോടെ നോക്കി. അപ്പോഴേക്കും നിതിന്റെ ആളുകൾ ശിവയുടെ ചുറ്റും വളഞ്ഞിരുന്നു. അത് കണ്ട് നിതിൻ ചിരിയോടെ നിന്നു. മണ്ഡപത്തിന് താഴെയിരുന്ന് ഇതെല്ലാം കാണുന്ന രമേശ് ഉള്ളിലെ പക ഒഴുക്കുകയായിരുന്നു. ശിവ അഞ്ജലിയുടെ കയ്യിൽ പിടിച്ചു. കുറച്ചു നേരം നീ അങ്ങോട്ട് മാറി നിൽക്ക്, നിന്റെ റൗഡിക്ക് ഒരു കൊട്ടേഷനുണ്ട്. അഞ്ജലി ഒന്നും മനസ്സിലാവാതെ കണ്ണുമീഴ്ച നോക്കി. കീർത്തന വന്ന് അഞ്ജലിയെ കൊണ്ട് അവിടുന്ന് മാറി നിന്നു. ശിവ മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ കൈ മുകളിലേക്ക് കയറ്റി വെച്ച് മീശ പിടിച്ചു. നിതിന്റെ ആളുകളെല്ലാം അവൻ നോക്കിയതും അവരെല്ലാം പരസ്പരം നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ശിവയുടെ പുറകിൽ ഡാനിയും വന്നിരുന്നു. ഇത് നിനക്കുള്ളതല്ലേ ഉള്ളൂ, ഞാൻ ഇറങ്ങണ്ടല്ലോ. വേണ്ട, ഇന്ന് ഡാനിച്ചൻ കളി കണ്ടാ മതി. തല ചരിച്ചുകൊണ്ട് ഡാനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ശിവ നിതിന്റെ അടുത്തേക്ക് നീങ്ങി. അത് കണ്ട് നിതിൻ അവന്റെ ആളുകളോട് ശിവയെ തല്ലാൻ വേണ്ടി ആംഗ്യം കാണിച്ചു.
അത് കണ്ടതും കൂട്ടത്തിലൊരുത്തൻ ശിവയുടെ നേരെ ഓടി. അവൻ വന്ന അതേ സ്പീഡിൽ പുറകിലേക്ക് തന്നെ പറക്കുന്നുണ്ട്. എല്ലാവരും അമ്പരന്നു. അത് കണ്ട് നിതിൻ പേടിച്ച് പുറകിലേക്ക് നീങ്ങി. അടുത്ത ആള് ശിവയെ തല്ലാൻ വേണ്ടി പോയി. അവൻ ഉയർത്തിയ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് ശിവ നിതിനെ നോക്കി. പിന്നെ അവന്റെ കൈ ശിവ അവന്റെ കാൽമുട്ടിൽ വെച്ച് ഒടിച്ചു. അയാൾ വേദന സഹിക്കാതെ അലറി. അതുകൂടെ കണ്ടതോടെ നിതിന്റെ ആളുകളെല്ലാം പതറി. ശിവയെ തല്ലാൻ പോവാൻ പേടിച്ചുകൊണ്ട് അവർ പുറകിലേക്ക് നീങ്ങി. ഇതെല്ലാം കാണുന്ന അഞ്ജലി കൗതുകത്തോടെ നീങ്ങി. തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ശിവ എല്ലാവരെയും തല്ലുന്നതെന്ന് തോന്നല്. ശിവ നേരെ നിതിന്റെ അടുത്തേക്ക് വന്നു. ഉള്ളിലെ ഭയം പുറത്തു കാട്ടാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. അവന്റെ പരിഭ്രമം കണ്ട് ശിവ ചെറുതായി ചിരിച്ചു. നിതിന്റെ പോക്കറ്റിൽ തൂക്കിയിട്ടിരുന്ന ഗ്ലാസ് എടുത്ത് ശിവ വെച്ചു. പിന്നെ തിരിഞ്ഞു നിന്ന് എല്ലാവരെയും നോക്കി. അമ്മായി അപ്പോ കൊല്ലണോ അതോ? ശിവ റുക്ക് വിളിച്ച് ചോദിച്ചു. രമേശ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആ കാഴ്ച കണ്ട് അഞ്ജലി അടക്കം എല്ലാവരും വാപ്പിളിച്ചു. എന്താ നടക്കുന്നതെന്നറിയാതെ എല്ലാവരും ശിവയെയും രമേശിനെയും മാറി മാറി നോക്കി. നിതിനും ആ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. രമേശ് പതിയെ നടന്ന മണ്ഡപത്തിൽ കയറി. അയാൾ ശിവയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നിതിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. നിനക്ക് തോന്നുന്നത് ചെയ്തോ മരുമോനെ. എനിക്കൊരു കൊട്ടേഷനുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് സഹകരിക്കണം. ശിവ പറഞ്ഞു തീരും മുന്നേ നിതിന്റെ മുഖത്ത് ആഞ്ഞു തല്ലി. കവിളിൽ കൈവച്ചുകൊണ്ട് അവൻ തിരിഞ്ഞതും ശിവ അവന്റെ ഷർട്ടിൽ പിടിച്ച് അവന്റെ വയറിനിട്ട് കുത്തി. വേദന തോന്നി അവൻ ശിവയുടെ കയ്യിൽ പിടിച്ചു. അവൻ പിടിച്ചതും ശിവ അവന്റെ കൈ പിടിച്ച് തിരിച്ചു. നിതിന്റെ ആളുകളാരും അവന്റെ അടുത്തേക്ക് വന്നില്ല. ശിവയെ പേടിച്ച് അവരെല്ലാം മാറി നിന്നു. പകയേരിയുന്ന മിഴികളോടെ രമേശ് ആ കാഴ്ച നോക്കി നിന്നു. നിതിനെ നിലത്തേക്ക് തള്ളിയിട്ട് ശിവ അവന്റെ നെഞ്ചിൽ ചവിട്ടി. നിതിൻ അലറി കരഞ്ഞു. അത് കണ്ട് കരഞ്ഞുകൊണ്ട് നിതിന്റെ അച്ഛനും അമ്മയും രമേശിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്റെ മോനെ ഒന്നും ചെയ്യലേന്ന് പറ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിതിന്റെ അമ്മ കരഞ്ഞോണ്ട് പറയുമ്പോൾ ശിവ അവനെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. വേദന കൊണ്ട് തളർന്നുപോയ അവനെ ശിവ ഷർട്ടിൽ പിടിച്ച് പൊക്കിയെടുത്തു. അവനെയും പിടിച്ചു വലിച്ചുകൊണ്ട് രമേശിന്റെ അടുത്ത് വന്ന് അയാളുടെ കാൽച്ചുവട്ടിലിട്ടു. അതിങ്ങ് കൊണ്ടുവാ, ശിവ പറഞ്ഞു. ഗൗതം പേപ്പർ കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. ഇതെല്ലാം കണ്ട അഞ്ജലി അമ്പലപ്പോടെ നിൽക്കുകയായിരുന്നു. ഗൗതം കൊണ്ടുവന്ന പേപ്പർ ശിവ നിതിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നിതിൻ അത് നോക്കാതെ നിലത്ത് കിടക്കുകയായിരുന്നു. ആ പേപ്പറിൽ ഒപ്പിട്. ഗൗതമിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേനെടുത്ത് നിതിന് നേരെ ഇട്ടുകൊണ്ട് ശിവ പറഞ്ഞു. നിതിൻ ആ പേപ്പർ എടുത്തു നോക്കി. വായിക്കാനൊന്നുമില്ല. നീ ചതിച്ച് സ്വന്തമാക്കിയതും കൂടാതെ നിന്റെ പേരുള്ള ബാക്കി ഷെയറെല്ലാം തിരിച്ചെഴുതി കൊടുത്തേക്ക്. ഇല്ല, ഞാനിതിൽ ഒപ്പിടില്ല, അവൻ അലറി. ശിവ അവന് മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. ശിവ ഗൗതമിന് നേരെ കൈ നീട്ടിയതും ഗൗതം ശിവയുടെ കയ്യിലൊരു ഫോൺ കൊടുത്തു. ശിവ അത് ഓൺ ചെയ്തുകൊണ്ട് നിതിന് നേരെ നീട്ടി. അതിൽ വീഡിയോ കൊണ്ട് നിതിൻ ഞെട്ടി. അതിൽ നിതിനൊരു പെണ്ണും കൂടെയുള്ള ഒരു പ്രൈവറ്റ് വീഡിയോ ആയിരുന്നു. ഇനി ഇടാലോ? പുച്ഛം നിറഞ്ഞ ഭാഗത്തോട് ശിവ ചോദിക്കുമ്പോൾ നിതിൻ എല്ലാവിധത്തിലും തനിക്ക് രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഒപ്പിടാൻ തീരുമാനിച്ചു. മുഴുവൻ സ്വത്ത് മോഹിച്ച് ഉള്ളത് കൂടെ പോയ സ്ഥിതി ഓർത്ത് അവന് ദേഷ്യം വന്നു. ഏകദേശം കാര്യം മനസ്സിലായ അഞ്ജലി നിതിൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന ഞെട്ടലായിരുന്നു. ഒപ്പം രാധയും അജയുമെല്ലാം അതേ അവസ്ഥയിൽ തന്നെ. ഒപ്പിട്ടുകൊണ്ട് നിതിൻ ആ പേപ്പർ ശിവയ്ക്ക് നേരെ നീട്ടി. ശിവ അത് വാങ്ങി നേരെ രമേശിന് കൊടുത്തു. അയാൾ സന്തോഷത്തോടെ അത് വാങ്ങി നന്ദിയോടെ ശിവയെ നോക്കി. അപ്പൊ എന്റെ കൊട്ടേഷൻ കഴിഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് മാറിന്ന്, ഇവന്റെ കല്യാണം നടക്കട്ടെ. ശിവ പറയുന്ന കേട്ട് നിതിൻ അന്ന് വിട്ടു. രമേശിനെയും അവിടെ കൂടിയ ബന്ധുക്കളെല്ലാം കതിർമണ്ഡത്തിൽ നിന്ന് താഴെ ഇറക്കി നിർത്തി. ഇപ്പൊ അവിടെ ശിവയും ഗൗതമും ഡാനിയും നിതിനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താ നടക്കുന്നതെന്ന് ആകാംക്ഷയിലായിരുന്നു. ഡാനി നിതിനെ പിടിച്ച് നേരെ എത്തി. അവന്റെ ദേഹത്തെ മുറിവുകളിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. അവൻ പരവേശത്തോടെ ചുറ്റും നോക്കി. ശിവ അവിടുന്ന് ഇറങ്ങി വന്ന് മണ്ഡപത്തിന് ഏറ്റവും മുമ്പിലുള്ള ഒരു കസേരയിട്ടുകൊണ്ട് അതിലിരുന്നു. കുറച്ചു കഴിഞ്ഞതും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നു. അവൾ വിവാഹവസ്ത്രത്തിലായിരുന്നു. അവളെ കണ്ടതും നിതിൻ ഞെട്ടി. അവൾ കതിർമണ്ഡപത്തിൽ കയറി നിതിന്റെ അടുത്ത് വന്നിരുന്നു. ശിവ, നീ കളിക്കുന്ന ആരോടാന്നറിയോ? നിതിൻ ശിവയ്ക്ക് നേരെ അലറിയുന്നു. ഡാനി അരയിലും തോക്കെടുത്ത് നിതിന്റെ തലക്ക് നേരെ ചൂണ്ടി. അതുകൂടെ കണ്ടതോടെ എല്ലാവരും കൂടുതൽ ഭയന്നു. നീ വള്ളി നിക്കറിട്ട് നടക്കുമ്പോ തുടങ്ങിയതാ ശിവ കളിക്കാൻ. ആ എന്നോട് കളിക്കാൻ നിൽക്കുമ്പോ സൂക്ഷിക്കണ്ടേ നീ. ഭീഷണിപ്പെടുത്തി ഇവളെന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ, അവള് നീ തന്നെ ചുമക്കണം. കാരണം അവള് നിന്റെ കുഞ്ഞിനെ ചുമക്കുന്നവളാ. എല്ലാം കേട്ട് അഞ്ജലി ഒന്ന് ഞെട്ടി. ഒന്നിനും ഇത് ഓരോന്നോരോന്ന് കേട്ട് ഞെട്ടി ഞെട്ടി അഞ്ജലി ഒരു പരുവായി. അവൾ കീർത്തിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ അഞ്ജു ഇവിടെ നടക്കുന്നത്? അറിയില്ല. ഇതാണോടി ശിവതാണ്ഡവം? ആയിരിക്കും, എനിക്കൊന്നും അങ്ങോട്ട് കത്തുന്നില്ല. അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു. ശിവ എഴുന്നേറ്റ് മണ്ഡപത്തിൽ കയറി നിന്നു.
നിതിന് മുമ്പിലുള്ള താരത്തിൽ നിന്ന് താലിയെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. നിതിൻ അത് വാങ്ങാതെ ദേഷ്യം കടിച്ചമർത്തി. അടുത്ത നിമിഷം തന്നെ അവന്റെ തല നേരെ പോയി നിലത്തിടിച്ചു. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ അവൻ തോന്നി. ഇവക്കൊരു കൊച്ചിനുണ്ടാക്കി കൊടുത്ത് നിനക്കിപ്പോ കെട്ടാൻ പറ്റില്ല അല്ലടാ മോനെ. ശിവ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവനെ മൂക്കിനിട്ട് കുത്തി. അവൻ മുഖം കുത്തി നിലത്തേക്ക് വീണു. ഡാനി ഗൗതം അവന്റെ അരികിൽ വന്നു. ഈ സമ്മാനം ശിവയുടെ അല്ല, ഞങ്ങളുടെയാ. നിനക്ക് വേണ്ടി തപ്പിക്കൊണ്ടുവന്നതാ. ഗൗതം അവന്റെ കവളിൽ കുത്തിപ്പിടിച്ച് നിലത്തേക്ക് ഇടിച്ചു. അതുകൂടെ കണ്ടതോടെ ക്ഷമ നശിച്ച അഞ്ജലി അവരുടെ അരികിലേക്ക് വന്നു. അവൾ ഗൗതമിനെ തടഞ്ഞു. ഗൗതം, ഇതൊക്കെ എന്താ?